നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-നുള്ളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. CPM-ന് സംസ്ഥാന തലത്തിൽ തന്നെ വലിയൊരു തിരിച്ചടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ CPM-ന്റെ മുതിർന്ന നേതാവും കഴിഞ്ഞ ഏതാണ്ട് 60 വർഷക്കാലമായിട്ട് പാർട്ടിയുടെ സമുന്നത നേതാവും മുഖവുമായിട്ടുള്ള സുധാകരൻ, അദ്ദേഹം പാർട്ടിയുമായിട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് വലിയൊരു അകൽച്ചയിലാണ്. പാർട്ടിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം അത്ര രസകരമല്ല. അത് ഇന്നലെ കൂടുതൽ വഷളാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2022-ലാണ് സുധാകരനെ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയത്. പിന്നീട് അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. അന്നു മുതൽ താൻ നേരിട്ട അനുഭവങ്ങൾ അത് ഇന്നലെ തുറന്നു പറഞ്ഞുകൊണ്ട് സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്നും തനിക്കുണ്ടായ അവഗണനകളാണ്. കഴിഞ്ഞ ദിവസം തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിനെ തന്നെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടാണ് ഈ MV ഗോവിന്ദൻ പ്രതികരിച്ചത്. അത് തനിക്ക് വലിയ മനോവേദന ഉണ്ടാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിന് വലിയൊരു മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പാർട്ടി അത് മുഖവിലേക്ക് എടുത്തില്ല. പാർട്ടി അത് കേട്ട ഭാവം പോലും നടിച്ചില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അത് അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിതനാക്കിയിട്ടുണ്ട്, കൂടുതൽ അദ്ദേഹത്തെ വ്രണിത ഹൃദയനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പല വാർത്തകളും പുറത്തു വന്നു. അദ്ദേഹം പാർട്ടിയുമായിട്ട് അകലുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് സ്വയം പോകുന്നു എന്നതുൾപ്പെടെയുള്ള ചില വാർത്തകളാണ് പുറത്തു വന്നത്. അതിന്റെ കാരണം അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല. അതും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്: 2026 മെമ്പർഷിപ്പ് സ്കൂട്ടണി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022-ൽ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി ആലപ്പുഴ DC-യുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. വീണു പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനെ ഒഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി തന്നോട് തിരക്കിയില്ല, പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം എന്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തിയ അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും BIRS ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായ എനിക്ക് ഒരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. എന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഞാനിവിടെ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനത്തിനും കീഴടങ്ങിയില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്നർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്കൂട്ടണിക്കാലത്ത് സുമൻ അസാരെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുകയാണ്. ആശയാദർശങ്ങളാൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശംസകൾ, നന്ദി എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതായത് താൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. അതായത് പാർട്ടിയുമായിട്ടുള്ള ബന്ധം താൻ വിച്ഛേദിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് സുധാകരൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ തവണ തുടർഭരണം ആഗ്രഹിച്ചുകൊണ്ട് CPM ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പല നേതാക്കൾക്കും പല തരത്തിലുള്ള ഇളവുകൾ നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇളവുകളാണ്. സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 76 വയസ്സാണുള്ളത്. അതിനേക്കാളും വയസ്സുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം വീണ്ടും തുടർച്ചയായി 3-ാം തവണയും മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അത്തരത്തിൽ പാർട്ടി കഴിഞ്ഞ തവണ നടപ്പിലാക്കിയ 2 ടേം നിബന്ധന ഇത്തവണ പൂർണ്ണമായും എടുത്തു കളഞ്ഞിട്ട് പലർക്കും 3-ാം തവണയുള്ള മത്സരത്തിന് അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുധാകരൻ ഒരു മത്സരത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് അറിഞ്ഞ പാർട്ടി അദ്ദേഹത്തെ പുറങ്കാൽ ഉയർത്തി തൊഴിച്ചു കളയുന്ന ഒരു പ്രവണതയാണ് സ്വീകരിച്ചത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തു. സുധാകരന്റെ പേര് ഉയർന്നു വന്നപ്പോൾ
വളരെ പുച്ഛത്തോടുകൂടി അദ്ദേഹത്തെ അവഗണിച്ചു കളയുന്ന, ആ പേര് അവഗണിച്ചു കളയുന്ന ഒരു പ്രസ്താവനയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. എന്തായാലും അത്തരത്തിൽ തന്നെ പൂർണ്ണമായും പാർട്ടി അവഗണിക്കുമ്പോൾ അതിൽ മനം നൊന്തുകൊണ്ടാണ് ജി സുധാകരൻ പാർട്ടിയോട് വിട പറയാൻ, പാർട്ടി അംഗത്വം പുതുക്കാതെ പാർട്ടിയോട് ഗുഡ് ബൈ പറയാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഇന്നലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് അദ്ദേഹം കൂടുതൽ പ്രതികരണവുമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയത്. എന്തായാലും CPM-നെ സംബന്ധിച്ചത് വലിയൊരു പ്രതിസന്ധി ജില്ലയിൽ തീർത്തിട്ടുണ്ട്. ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാന തലത്തിൽ തന്നെ തീർത്തിട്ടുണ്ട്. അദ്ദേഹം 2006 മുതൽ തുടർച്ചയായിട്ട് 3 തവണ അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ആയിരുന്നു. 2006 VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. 2016 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. അത്തരത്തിൽ മികച്ചൊരു പൊതുമരാമത്ത് മന്ത്രി എന്ന പേരെടുത്ത ഒരു നേതാവ് കൂടിയാണ് ജി സുധാകരൻ. അത്തരത്തിലൊരു വ്യക്തിയാണ് പാർട്ടി കഴിഞ്ഞ 3-4 വർഷമായിട്ട് അവഗണിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു പ്രതിഷേധമാണ് അപ്പോൾ ജി സുധാകരൻ രേഖപ്പെടുത്തുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ മത്സരിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെന്തായാലും പാർട്ടി ടിക്കറ്റ് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിൽ ജി സുധാകരൻ എന്തെങ്കിലും നീക്കം നടത്തുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുക എന്നൊരു നീക്കമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ആലോചനയാണ് ഇപ്പോൾ കോൺഗ്രസും UDF-ഉം സ്വീകരിക്കുന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സുധാകരന്റെ ഓരോ നീക്കങ്ങളെയും കോൺഗ്രസും UDF-ഉം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക. അദ്ദേഹം എന്തായാലും കോൺഗ്രസിലേക്ക് ചേരുകയോ അല്ലെങ്കിൽ UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയോ ചെയ്യില്ല. അതിന് അദ്ദേഹം സന്നദ്ധനാകില്ല. കാരണം അദ്ദേഹം പറയുന്നത് തന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ്. അപ്പോൾ കോൺഗ്രസിൽ ചേരില്ല, UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടും അദ്ദേഹം മാറില്ല. പകരം അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരും. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് UDF പരിപൂർണ പിന്തുണ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ അമ്പലപ്പുഴയിൽ ജനകീയനായിട്ടുള്ള ഒരു നേതാവായ ജി സുധാകരന് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വവും UDF-ഉം വിലയിരുത്തുന്നുണ്ട്. അത്തരം ഒരു നീക്കത്തിലേക്ക് പാർട്ടി പോകുമെന്നാണ് ഇപ്പോൾ പാർട്ടി മുന്നണിയും പോകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിന് ജി സുധാകരന്റെ മനസ്സറിയണം. അദ്ദേഹം ഏറ്റവും ഒടുവിലത്തെ നിമിഷം പോലും അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന നിലയിലാണ്. കാരണം പാർട്ടിയോട് അദ്ദേഹം അത്രയ്ക്ക് മാനസികമായിട്ട് അകന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വിഷയത്തിന് ശേഷം ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജി സുധാകരനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമം നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് താൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ട് ചിരിച്ചതാണ്, അല്ലാതെ താങ്കളെ പരിഹസിച്ചതല്ല, അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വാർത്ത കൊടുത്തതാണെന്ന് ഒക്കെയുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ജി സുധാകരന് മുൻപാകെ MV ഗോവിന്ദൻ വെക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അദ്ദേഹം തൃപ്തനായില്ല. പാർട്ടി അംഗത്വം പുതുക്കണമെന്നൊരു ആവശ്യം MV ഗോവിന്ദൻ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് ജി സുധാകരൻ അവഗണിച്ചു, അല്ലെങ്കിൽ അത് തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഇന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ ഒരു പ്രതികരണം, അദ്ദേഹം തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള തീരുമാനങ്ങളൊന്നും ജി സുധാകരന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല, അദ്ദേഹം പാർട്ടിയോട് അടിയുറച്ചു നിൽക്കും, അദ്ദേഹത്തിന് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കും, താൻ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയത് പരിഹരിക്കുമെന്നാണ് MA ബേബിയുടെ പ്രതികരണം. പക്ഷേ ജി സുധാകരൻ തന്റെ നിലപാട് പാർട്ടിയോട് ഇടഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ പാർട്ടിയോട് ഗുഡ് ബൈ പറയാം എന്നുള്ള നിലപാട്, അതിൽ അദ്ദേഹം ഇതുവരെയും അവസാന നിമിഷം വരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ നിന്ന് തനിക്ക് നേരിടുന്ന തിക്ത അനുഭവങ്ങളാണ് സുധാകരനെ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന, അദ്ദേഹത്തിന് വിശ്വസ്തരായി നിന്നിരുന്ന പല നേതാക്കളും ഇപ്പോൾ ജില്ലയിലെ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തിയപ്പോൾ ജി സുധാകരനെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഗണിച്ച് കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, പറ്റുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുക, അപമാനിക്കുക, അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ, അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെയും സജി ചെറിയനെ പോലുള്ള നേതാക്കളുടെയും എല്ലാം ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജി സുധാകരൻ പാർട്ടിയോട് ടാറ്റ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമ്പലപ്പുഴയിൽ അദ്ദേഹം ഒരിക്കൽ കൂടി 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ്.